ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. മനുഷ്യരാശി തകർച്ചയിലേക്ക് നീങ്ങുന്നു. അധർമ്മം പെരുകുന്നു. ധാർമ്മിക മൂല്യങ്ങൾ തകരുന്നു. അധപ്പതനത്തിൽ നിന്നും നാശത്തിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? സാമ്പത്തികം കൊണ്ടും രാഷ്ട്രീയ അധികാരം കൊണ്ടും എല്ലാം ശരിയാക്കാം എന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പ്രതീക്ഷകൾ തകർന്ന ലോകമാണ് ഇന്നുള്ളത്. വൃദ്ധന്മാർ നിരാശരാണ്. മധ്യവയസ്കർ തങ്ങളുടെ കഴിവുകേടിൽ വ്യാകുലരാകുന്നു. യുവജനങ്ങൾ ലക്ഷ്യമില്ലാതെ വിഷമിക്കുന്നു. വേദപുസ്തകം ഇതിന് പോംവഴി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നല്ല കുടുംബങ്ങളുണ്ടായാൽ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. ലോകത്തെ ഭരിക്കാൻ ദൈവം മനുഷ്യനെ കുടുംബമായി സൃഷ്ടിച്ചു. ഉത്തമ കുടുംബങ്ങളുണ്ടായാൽ ലോകം നശിക്കുകയില്ല. കുടുംബത്തിലാണ് ദൈവസാദൃശ്യം രൂപപ്പെടുന്നത്. തകരുന്ന സമൂഹത്തെ ഉയർത്തുവാനും ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ പരിരക്ഷിക്കുവാനും നല്ല കുടുംബങ്ങൾ ഉണ്ടാവുകയാണ് ആവശ്യം. ഒരു ദൈവവും ഒരു വിശ്വാസവും ഒരു പണസഞ്ചിയുമുള്ള കുടുംബങ്ങൾ തകരുകയില്ല. ചില സ്ത്രീകൾ ഭർത്താക്കന്മാർ എങ്ങനെ ജീവിച്ചാലും സാരമില്ല, തങ്ങൾ ഉന്നതമായ ആത്മീയ നിലവാരത്തിൽ ജീവിച്ച് രക്ഷിക്കപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുന്നു. ചില പുരുഷന്മാർ തങ്ങൾക്കുള്ള അറിവും അനുഭവവും ഭാര്യമാരുമായി പങ്കുവെക്കുകയോ ആത്മീയമായും ബുദ്ധിപരമായുമുള്ള കൂട്ടായ്മ പരസ്പര ബന്ധത്തിൽ രൂപപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. സ്വയം ഉയർന്ന് മഹത്വം നേടുകയും സഹധർമ്മിണിയെ അവഗണിക്കുകയും ചെയ്യുന്നു. സ്വർഗമായാലും നരകമായാലും അതിനുള്ളിൽ കുടുംബത്തിൻ്റെ ഭദ്രത തകരരുത്. ധനവും ജ്ഞാനവും ദൈവവിശ്വാസവും പങ്കിട്ടനുഭവിക്കുന്ന സ്വർഗതുല്യമായ ഭവനങ്ങൾ ഉണ്ടാകണം. അവിടെയാണ് ലോകത്തിൻ്റെ പ്രത്യാശ. ഉത്തമ കുടുംബങ്ങളിലാണ് ലോകത്തിൻ്റെ വെളിച്ചം നിറഞ്ഞു നിൽക്കുന്നത്. സങ്കീർത്തനങ്ങൾ 103:17. യഹോവയുടെ ദയയോ ഇന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കുമുണ്ടാകും. അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ച്.